ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 2018 ജനുവരി 18-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വരാൻ കാരണം എൻ്റെ ഒരുപാട് മാനസികമായിട്ട് പ്രയാസത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പേപ്പർ കൊണ്ട് തന്നു. ആ പേപ്പർ വായിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കണ്ടാലും എവിടെയെങ്കിലും ഓടിപ്പോകുന്നൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് കണ്ണിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്നോട് ചോദിച്ചു, നിനക്കൊന്ന് പോയി പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാനത് കേൾക്കാത്ത താമസം പിറ്റേ ദിവസം തന്നെ രാവിലെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ പിറ്റേ ആഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഞാൻ ആദ്യം വന്നു. അന്ന് ഞാൻ വന്ന് ഇവിടെ ഏറ്റവും പുറയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ വന്ന് അവർ പൈസയൊക്കെ കൊടുത്തു പറയിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊന്നെങ്കിലും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഈശോയും മാതാവിനെയും മാത്രമേ എനിക്കറിയൂ. വെച്ചാൽ ഞാനൊരു ഹിന്ദുവാണ്, വേറുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവർ ഈ പറഞ്ഞത് അസത്യമാണെന്ന് എനിക്കൊരു അടയാളം എൻ്റെ അമ്മ തരണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനാണെങ്കിൽ കമ്പനിയിൽ നിന്ന് അവനെ US വിടാനായിട്ട് 3 പ്രാവശ്യം റെഡിയായിട്ടിരുന്നിട്ട് 3 പ്രാവശ്യം ക്യാൻസലായി പോയൊരു സമയമായിരുന്നു. മാനസികമായിട്ട് വളരെ വേദന അനുഭവിക്കുന്ന സമയമായിരുന്നു. പക്ഷേ പിറ്റേ മാസം എനിക്ക് ആ കാര്യം സാധിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിനെ അനുഗ്രഹിച്ചു. ഇത് 4ാമത്തെ സാക്ഷിയാണ് ഇവിടെ വന്ന് പറയുന്നത്. അതിനെനിക്ക് അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ മാതാവിനോടുള്ള മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ 2021 എൻ്റെ ഇളയ മരുമകൾ OET എക്സാം എഴുതിയായിരുന്നു. 1 മാർക്കിന് അവൾക്ക് സ്കോർ നഷ്ടപ്പെട്ടു പോയി. അപ്പം സ്പീക്കിങ്ങിനാണ് അത് പോയത്. ഇപ്പോൾ വിളിച്ച് വിഷമിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളൊന്ന് റീവാലുവേഷന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പീക്കിങ്ങിന് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കിട്ടില്ലെന്ന് പല സെൻറ്ററുകളും ഞങ്ങളോട് പറഞ്ഞു. കേൾക്കുന്നത് തന്നെയാണ് പിന്നെയും കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ കേൾക്കുന്നതോ പറയുന്ന വിടുക, മാതാവ് നിനക്ക് വേണ്ടി പറഞ്ഞു, മാതാവ് നിനക്ക് വേണ്ടി മാർക്കിടും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ട് നവംബർ 26-ാം തീയതി ഞാനിവിടെ പുതുക്കാനായിട്ട് വന്നപ്പോൾ വാതക്കലുള്ള കുട്ടികൾക്ക് എന്നെ അറിയാം. അവർ ചോദിച്ചു, ചേച്ചിക്ക് അച്ഛനെ കാണുന്നുണ്ടോ ഇന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, അച്ഛനെ കാണണ്ട, ഞാൻ പുതുക്കാൻ കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്ന് അച്ഛനെ ആ ഒരു മനസ്ഥിതിയോടുകൂടിയാണ് ഞാനിവിടെ വന്നത്. അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിരുന്നു. എനിക്ക് ടോക്കൺ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വിളിപ്പിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി, അത് മാതാവ് ഒരു ബോൾ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതെങ്ങോട്ട് വിടാം, അവൾ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ കുട്ടി ഈ എക്സാമിന് തോറ്റുപോയാൽ അടുത്ത ആഴ്ച എക്സാം ഉണ്ടെങ്കിൽ എഴുതിച്ചുള്ള ഇവൾക്ക് അതിന് യോഗമുള്ള കുഞ്ഞാന്ന് പറഞ്ഞു. എന്ന് റിസൾട്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡിസംബർ 5-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. സാധാരണ ആ ഡേറ്റിന് മാത്രമേ റിസൾട്ട് വരാറുള്ളൂ. ഇത് കഴിഞ്ഞ് ആ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ മൂത്ത മോൻ US മരുമോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അവർ 3-4 കൊല്ലമായിട്ട് അവിടെ ഇവിടെയായിട്ട് നിൽക്കുകയാണ്. അവർക്കൊരു ഒരുമിച്ചൊന്ന് ജീവിക്കാൻ വർഷത്തിൽ 1-2 മാസമേ സാധിക്കുന്നുള്ളൂ. അതൊരു വലിയ പ്രയാസമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ആ സമയത്ത് അവൾക്ക് 2 മാസത്തേക്ക് പോകാൻ കമ്പനിയിൽ നിന്ന് അവൾക്ക് ഒരു പ്രോജക്റ്റായിട്ട് അവൾ അവിടെ പോകുന്ന കാരണം അവൾക്ക് അനുവാദം കിട്ടി. അത് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേ മോൻ പറഞ്ഞു, ദുബായിൽ നിന്നാണ് അവൾക്ക് പിന്നീട് പോകേണ്ട, അവിടുന്ന് അവർ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന സംശയമാണെന്ന് പറഞ്ഞു. ഞാൻ അതും അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യമില്ല, അവൾ പോകും, ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ അവൾ പോയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു തടസ്സവുമില്ലാതെ 1 മാസത്തേക്ക് അവളെ വിട്ടേ, പക്ഷേ 2 മാസം അവൾക്ക് അവിടെ നിൽക്കാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ഇളയ മോളുടെ OET കഴിഞ്ഞ് ഇതിവിടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോൾ എൻ്റെ മോൻ്റെ കിടക്കുകയാണ്. ഞാൻ ഓർത്ത്, മാതാവേ, ഞാൻ ഇവിടെ വന്ന ദിവസം തന്നെ ഇനി എന്തും പോയെന്നായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ച് എടുത്തുകൊണ്ട് വരപ്പം ഇപ്പോൾ റിസൾട്ട് വന്നു, അവൾ പാസ്സായെന്ന് മോൻ പറഞ്ഞു. ഞാൻ എത്ര മണിക്കാന്ന് വെച്ചപ്പോൾ 12 മണി കഴിഞ്ഞെന്ന് പറഞ്ഞു. 12 മണി കഴിഞ്ഞ സമയത്താണ് അച്ഛനോൻ എന്നോട് പറയുന്നതെല്ലാം. ആ സമയത്ത് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അവൾ പാസ്സാവുകയും നല്ലൊരു സ്കോർ കിട്ടുകയും UK പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അവൾ സൗദി അറേബ്യ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടി നേഴ്സായിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിലെ ഒക്ടോബർ ആയപ്പോൾ സൗദി അറേബ്യയിലെ കോൺട്രാക്റ്റൊക്കെ തീർന്ന് ഉദ്യോഗക്കാരുടെ രാജിവെച്ച് വീട്ടിൽ അവളുടെ റൂമിൽ വന്നപ്പോഴാണ് UK പോകാനുള്ള പോക്ക് ക്യാൻസലായെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുന്നത്. അവൾ ആകെ അങ്ങ് വിഷമിച്ചു. അവർ വിഷമിച്ചു, മോൻ വിഷമിച്ചു. മോൾ ഭയങ്കര മാതാവിൻ്റെ ഭക്തയാണ്, അവൾക്ക് വലിയ വിഷമമൊന്നും വരികയില്ല. എന്നോട് വിളിച്ച് ഇതുപോലെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മോളെ, മാതാവ് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നവംബറിൽ നിന്നെ വിടുവെന്ന്. ഒക്ടോബർ 30 ഇത്. നവംബറിൽ നീ പോകും.
സെപ്റ്റംബർ 30 ഇതിന് ഒക്ടോബർ നവംബർ 2 മാസമുണ്ട്, നിനക്ക് പോകാൻ സാധിക്കും, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവൾ വേറെ ഏജൻസിയെ സമീപിക്കും. ഏജൻസി പറഞ്ഞു 3-ൻ്റെ അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷേ ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ എടുക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ പറഞ്ഞു മാതാവാണ്, അയ്യോ ഹാർട്ടും ഒക്കെ നോക്കുന്ന മാതാവ്, നീ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം തലേന്ന് വരെ അവൾക്ക് യാതൊരു മറുപടി അവിടെ നിന്ന് കിട്ടിയില്ല. പിറ്റേ ദിവസം ഇൻ്റർവ്യൂ നടക്കേണ്ടത് അന്ന് രാവിലെ ഞാൻ പ്രത്യക്ഷേന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും ഞങ്ങളുടെ ആയുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ തീരുവളെന്ന് അമ്മയ്ക്കറിയാം, എല്ലാ വിഷമവും അമ്മയ്ക്കറിയാം, അതുകൊണ്ട് എനിക്ക് അവളെ ഇൻ്റർവ്യൂവിന് എടുക്കുന്നത് ഒരു അടയാളം തരണേ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രാർത്ഥന 5 മണിക്ക് എഴുന്നേറ്റ് ജപമാല ജപിച്ചതിന് ശേഷമാണ് പ്രത്യക്ഷേന പ്രാർത്ഥന ജപിക്കുന്നത്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഭിത്തിയിൽ ഒരു വലിയൊരു ബട്ടർഫ്ലൈയുടെ നിഴൽ വന്ന് 2 പ്രാവശ്യം പോകുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, മുറിയിലൊന്നും ഒരു കൊതുകിനെ പോലും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ എനിക്ക് സമാധാനം, മാതാവ് എനിക്ക് എന്ന അടയാളമാണെന്ന്. രാവിലെ 6 ആയപ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ നെറ്റ് അതിന് കുഴപ്പം വന്ന് അത് പോയി. പക്ഷേ അവർ വീണ്ടും അവളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു, കെട്ടി, ഇൻ്റർവ്യൂ പാസ്സായി. വൈകിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, വളരെ പ്രയാസമായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക, മനുഷ്യന് അസാധ്യമായത് ഈശോയ്ക്ക് സാധ്യമാവും, നീ ഒരു ബുക്ക് എടുത്ത് എഴുതിക്കേ, വചനം എഴുതിക്കേ, പെട്ടെന്ന് തന്നെ സാധിക്കുന്നതിന് അവൾ ആ വചനം എഴുതി 1000 വട്ടം അവൾ അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ എഴുതി തീർത്തു. അന്ന് വൈകിട്ടത്തെ റിസൾട്ട് വന്നപ്പോൾ അവൾ പാസ്സായി. ഒരു കുഴപ്പവും ഇല്ലാതെ അവൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടി. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിലെ ജപമാല റാലിക്ക് ഇളയ മോനും ഈ മരുമോളും കൂടെ വന്ന് പങ്കെടുക്കുകയും അവൾ വളരെ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം ആ മുത്തുക്കുടയും കൊടുത്തൊരു മുത്തുക്കുടയും പിടിച്ചുകൊണ്ട് ആ കുഞ്ഞ് അവിടെ വരെ യാത്ര, ഇടയ്ക്കൊരു വെള്ളം പോലും ആ കുഞ്ഞ് കുടിച്ചില്ല. ഭക്തിയോടുകൂടി ഞങ്ങളെല്ലാവരും അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അത്തങ്കൽ പള്ളിയിലെത്തുകയും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നവംബർ 1 മാതാവ് തന്ന അതേ മാസത്തിൽ നവംബർ 23-ാം തീയതി അവൾക്ക് സമാധാനം സന്തോഷമായിട്ട് അവൾക്ക് UK പോകുവാനും മാർച്ച് 5-ാം തീയതി എൻ്റെ മകന് അവളുടെ വിസയിൽ വെച്ച് പോകുവാനുള്ള അനുഗ്രഹം തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് മാതാവിന് അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ചെനിക്ക് പറയാൻ കഴിയും. പിന്നെ എൻ്റെ മൂത്ത മകൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല, അവന് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പം ഞാൻ പറയും ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന കൂടി എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും നിൻ്റെ മാതാവ് ഞാനല്ലേ, നീ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം നിനക്ക് മാതാവിനെ കാണാൻ പറ്റുമോ എന്ന് പറയും. അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്കും അവിടെ 1 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ളൊരു അനുവാദത്തിന് വേണ്ടി ഒരു പേപ്പർ കൊടുത്തിരിക്കുമായിരുന്നു. എന്നും നോക്കുമ്പോഴും പ്രോസസ്സിങ് എന്നേ ഉള്ളൂ. മെയ് മാസ വണക്കത്തിൽ ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ നിന്നുള്ള അവർക്ക് ഇവിടെ പോയി ജോലി ചെയ്യാനുള്ള അനുവാദം അവിടുത്തെ ഗവൺമെൻറ്, അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഗവൺമെൻറ് അത് കൊടുത്തു. അതിനുശേഷം അവൾ ഇവിടെ നല്ലൊരു ജോലി ഇരിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് ജോലി ഇല്ലാതെ പോയില്ല എന്നുള്ള വാശിയിലിരുന്നു. അപ്പോൾ അവരവിടെ ഇവിടെയും കഴിയുന്ന കൊണ്ട് ഞങ്ങൾ ഒരുപാട് മനപ്രയാസം, മക്കളൊന്നും അവർക്കായിട്ടില്ല. ഈ ജപമാല മെയ് മാസം വണക്കത്തിൽ ഞാൻ പറഞ്ഞു മാതാവേ വണക്കമാസം തീരുന്നതിന് മുമ്പ് എൻ്റെ ആ കുഞ്ഞിനൊരു ജോലി കൊടുത്ത് അവൾക്ക് അവിടെ പോകാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. വണക്കമാസം തീരുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവൾ ആ ജോലിയിൽ അവർ സെലക്ട് ആകുകയും ചെയ്തു. അവൾക്ക് അതെല്ലാം സാധിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ജൂൺ 5-ാം തീയതിയാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. മോൻ പറഞ്ഞു ജൂൺ 1-ാം തീയതി ജോലിക്ക് ഓർഡർ വന്നെങ്കിൽ അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു 10-ാം തീയതിയൊക്കെ ആയാലേ അവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ മാതാവിനോട് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ 7-10 എന്ന് 2 ഡേറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. ഞാൻ മോനോട് പറഞ്ഞു 5-ാം തീയതി അവൾ ഇവിടുന്ന് ഇറങ്ങുമല്ലോ, 6-ാം തീയതി എത്തുമല്ലോ, ഒന്നെങ്കിൽ 7 അല്ലെ 10, ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഒന്നേ അവൾക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 10-ാം തീയതിയാണ് അവൾക്ക് ജോയിൻ ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്ത് പോകുന്നു. എൻ്റെ മോനും ഇപ്പം ഇവിടെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും അവനും വലിയ വിശ്വാസിയാണ്. എന്നോട് പറയും അമ്മ ഇതൊക്കെ എങ്ങനെ സഹായിച്ചു? ഞാൻ പറയും നമ്മുടെ സങ്കടം അറിയുന്ന ഒരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വരുന്നവരെ ആരെ അമ്മ വെറും കൈയോടെ വിടാറില്ല. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷി തന്നെയാണ് ഞാൻ. അതിന് ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞോളട്ടെ. ഞാൻ പേപ്പറൊക്കെ മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഞാൻ 30 കൊല്ലമായിട്ട് ട്യൂഷൻ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്. ഈ 30 കൊല്ലമായിട്ടും 2-3 കുഞ്ഞുങ്ങൾ എപ്പോഴും എനിക്ക് പൈസ ഇല്ലാതെ ഞാൻ പഠിപ്പിക്കും. അവരുടെ ഇന്ന് വരെ ചോദിക്കില്ല, അവർക്ക് ഇല്ല എന്ന് എനിക്കറിയാം, ഞാൻ ചോദിക്കാറില്ല. തരുന്ന കുഞ്ഞും തരാത്ത കുഞ്ഞിനെ ഒരുപോലെ സ്നേഹിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു അമ്മയടുത്ത് വരുന്ന പോലെയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ചെറുപ്പക്കാരും കൂടെ വന്ന് ബെല്ലടിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നപ്പം വളരെ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. മോൾക്ക് PhD ചെയ്യുകയാണ്, കുറച്ച് പൈസ വേണം, എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുളിമുറിയിലായിരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അന്നേരം പൈസയൊന്നും ഇല്ല. പുള്ളി കുളിമുറിയിലാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് ചോദിക്കാം എവിടെ വെച്ചിരിക്കുന്ന പൈസ എന്തെങ്കിലും ഒരു 100 രൂപ കൊടുക്കുക, ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ.
പെട്ടെന്ന് എന്നോട് മാതാവ് പറയാണ്, കേട്ട് ഞാൻ, നിൻ്റെ പേഴ്സിൽ 500 രൂപയില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, മാതാവ് ഞാൻ ഒരാൾക്ക് ഒരു 1500 കൊടുക്കാണ്ട്, ഇന്ന് ആരെങ്കിലും ഫീസ് തന്നാൽ അതുകൂടി ഇട്ടുകൊണ്ട് എനിക്ക് കൊടുക്കാൻ, നീ എടുത്ത് കൊടുക്കുന്ന മാതാവിനോട് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓർത്ത്, മാതാവ് പറഞ്ഞു, ഞാൻ ഓടിച്ച് നീ 500 രൂപ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഈ പൈസ എൻ്റെ കയ്യിലുള്ളൂ, നിനക്ക് ഇതിന്ന് പൊലിക്കും, നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് എല്ലാം നടക്കും. അപ്പോൾ അവർ കരഞ്ഞോണ്ട് ഇവിടെ തുമ്പോളി താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തെ എപ്പോഴും വരുന്നൊരമ്മയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതങ്ങ് പോയി. അന്ന് എനിക്ക് ആരും ഫീസൊന്നും തന്നില്ല. അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡിനെ മരുന്ന് കൊടുക്കാനായിട്ട്, പുള്ളിക്ക് സുഖമില്ലാത്ത ആളാണ്, മരുന്ന് കൊടുക്കാനെടുക്കാൻ 2 സ്ഥലത്ത് ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ എൻ്റെ സാരിയൊക്കെ വയ്ക്കുന്ന അലമാരി 2 ഗുളികയുണ്ട്, എന്നാൽ അതെടുക്കാം, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ അതെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു പേഴ്സിലാണ് ഞാനിത് വെച്ചിരുന്നത്. ഗുളിക മാത്രമേ ഉള്ളതെന്ന് എനിക്കറിയാം, വേറൊന്നുമില്ല. ഞാൻ പേഴ്സ് തുറപ്പോൾ ലൈറ്റ് ഇടാതാണ് ഞാൻ പേഴ്സ് തുറന്നത്. എനിക്ക് അറിയാം എവിടെ ഇരിക്കുന്നത്. എടുത്ത് പെട്ടെന്ന് കിരികിര എന്നൊരു ശബ്ദം. ഞാൻ നോക്കുമ്പം അതിനകത്ത് ഇപ്പം ATM നിന്ന് എടുത്ത പോലത്തെ 500-ൻ്റെ 4 നോട്ട് മടക്കിയിട്ട് പോലില്ല, വേറെ പകുതി മടക്കിയ രീതി ആ പേഴ്സിലിരിക്കുന്നു. അപ്പം ഞാൻ പറയും, എൻ്റെ മാതാവേ പറയാറില്ലേ, കൊടുക്കുകയും അമർത്തി കുലുക്കി അളന്ന് നിറച്ച് തരുമെന്നല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്. ആ 500 രൂപ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ 4 ഇരട്ടി തന്നെയാണ് ഈശോ എന്നെ അനുഗ്രഹിച്ചത്. ഇതൊക്കെ എൻ്റെ അത്ഭുതമോ അതിശയമോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ മാതാവ്, എൻ്റെ ഈശോയും മാത്രമാണ്. ഞങ്ങളുടെ കുടുംബം എന്നും മാതാവിനോട് ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. ഈശോയെ നന്ദി, മാതാവേ നന്ദി.